ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് കുമാരി ഗൗതമി രമേശ് കുമരകം. സ്മിത, ഗൗതമി ടീച്ചറെ ഗുരുധ്യാനം ചൊല്ലി ആരംഭിച്ചോളൂ. ഗൗതമി കിട്ടുന്നില്ല. ഗൗതമി വന്നു. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും ഗുരുവാര പാഠശാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരു ഫിലോസഫി എന്ന വിഷയത്തിലാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിച്ചുകൊണ്ട് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വികാസവും വളർച്ചയും ലക്ഷ്യമിടുന്ന വിവേചന ഭേദരഹിതമായ ജീവിതം, അതാണ് ഗുരു ഫിലോസഫി. ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രശസ്ത ഗുരു ഫിലോസഫി പ്രചാരകനായ ശ്രീ തമ്പി ചേലക്കാട്ട് സാറാണ്. ഈ വിഷയത്തിൽ ക്ലാസ് നയിക്കുന്നതിന് ഏറ്റവും യോഗ്യനായ സാറിനെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സാർ. നമസ്തേ. നമസ്തേ. എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളതൊന്ന് കുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, പോയിന്റ്സ് എങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓർമ്മിക്കാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനമാണ്. ഓർമ്മയുണ്ട് എന്ന വിചാരത്തിൽ ഞാൻ ഈ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞു, അത് സ്മിത വളരെ ഭംഗിയായി അതാവും. ഒരു ഫിലോസഫിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിവരണം സാധാരണ കേൾക്കാറില്ല. അത് അദ്വൈത സിദ്ധാന്തമാണ് എന്ന ഒരു പറച്ചിലിനപ്പുറത്തേക്ക് നമ്മളതിനെ പരിചയപ്പെടാറില്ല. പലപ്പോഴും അത് അനുകമ്പ ആണ് എന്ന് വരെ ചുരുക്കുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ വേറെ വിഷയമാണ്. സമഗ്രമായ ഒരു ചിത്രമാണ് സ്മിത ഇവിടെ പറഞ്ഞത്. സാറേ, സുധ ടീച്ചറാണ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. സോറി, എനിക്ക് ആളുകൾ കണ്ടപ്പോ എനിക്ക് തോന്നിയത് സ്മിതയല്ലല്ലോ, പക്ഷെ ഞാൻ പിന്നെ അങ്ങ് തുടങ്ങി മാത്രം. സുധ ടീച്ചറെ അന്ന് ഒരിക്കൽ കണ്ടതാണ്. അപ്പോ ആമുഖത്തിന് ശേഷം വേദാന്ത സൂത്രത്തിലെ 3-4 സൂത്രങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരാമർശിച്ചത്. ഒന്ന്, ഇതം ബ്രഹ്മ ഏവ, ഈ ജഗത്ത് ബ്രഹ്മം തന്നെയാണ്. അഹം ബ്രഹ്മ ഏവ, ജീവനും ബ്രഹ്മം തന്നെയാണ്. അസ്യച, പ്രകൃതിയും അപ്രകാരം ബ്രഹ്മം തന്നെയാണ്, ജഗത്തിൽ ഉൾപ്പെട്ടതാണ് പ്രകൃതി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്ഥിതി ബ്രഹ്മയുവ,
പ്രപഞ്ച അനുഭവങ്ങളും ബ്രഹ്മം തന്നെ. തുടർന്ന് പറഞ്ഞത് കാലവും ബ്രഹ്മമാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം, ഇത് കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാലേ നിങ്ങൾക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ്. എല്ലായ്പ്പോഴും ആദ്യം മുതൽ ഇങ്ങനെ ആവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ഇത് 2ാമത്തെ ക്ലാസ്സല്ലേ, ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നുണ്ട്. ഇതില് ഗുരു ഫിലോസഫി എന്തിന് എന്ന ഭാഗത്തെ കുറിച്ചിട്ട് കാര്യമായ പരാമർശങ്ങൾ വന്നില്ല. ഗുരു ഫിലോസഫി എന്താണ് എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് തുടരുക. അപ്പൊ ഗുരു ഫിലോസഫിയെ കുറിച്ച് പറയുമ്പോൾ ഭയരഹിതമായ ഒരു ജീവിതം, അതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയം എല്ലാ മേഖലകളിലും, ഓരോ കാൽ വെപ്പിലും കാലടി മുന്നോട്ട് വെക്കുമ്പോഴും വിവിധ രൂപത്തിലുള്ള ഭയം നമ്മളെ ആകെ രസിച്ചിരിക്കുകയാണ്. ഈ ഭയത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് മിക്കവാറും വൈദിക കർമ്മങ്ങളെയാണ്. തൽക്കാല ശമനമൊക്കെ കിട്ടും, നമ്മുടെ മനസ്സിനൊരു ധൈര്യം വരും, മുന്നോട്ട് പോവാം. എന്നാൽ ഗുരു ഈ ഭയത്തിന്റെ കാരണം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ദർശനമാല അധ്യാരോപ ദർശനം 7ാമത്തെ ശ്ലോകമാണ്. ദർശനമാല വായിച്ചിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കുകയാണ്. ആ ശ്ലോകം എങ്ങനെയാണ്? യഥാ ആത്മവിദ്യാസങ്കോച തഥാ അവിദ്യാ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതീഹ പിശാചഃ. യഥാ ആത്മവിദ്യാസങ്കോചസ്തഥാ. കേൾക്കുമ്പോൾ തന്നെ സംസ്കൃതമാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം അർത്ഥം ഓർമ്മ വരും. എപ്പോഴാണോ എവിടെയാണോ ആത്മവിദ്യക്ക് സങ്കോചം ഉണ്ടാകുന്നത് അവിടെ. യഥാ ആത്മവിദ്യാസങ്കോചസ്തഥാ അവിദ്യാ ഭയങ്കരം. അജ്ഞാനം കടന്നു വരും ഭയങ്കരമായി. യഥാ ആത്മവിദ്യാസങ്കോചസ്തഥാ അവിദ്യാ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതീഹ പിശാചഃ. പല പേരുകളും രൂപങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് ഇത് നമ്മളെ നിരന്തരം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ആ ശ്ലോകത്തിന്റെ സാരം. അതിന്റെ വ്യാഖ്യാനം പലരും പറയുമ്പോൾ പലതുമൊക്കെ പറയും. ഇവിടെ നമുക്കിത് മനസ്സിലായിരുന്നു. യഥാ ആത്മവിദ്യ സങ്കോചസ്തഥാ അവിദ്യാ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതീഹ പിശാചഃ. ഇവിടെ ഗുരു പറഞ്ഞത് ആത്മവിദ്യക്ക് എവിടെ എപ്പോൾ സങ്കോചമുണ്ടാകുന്നു അവിടെ അവിദ്യ അജ്ഞാനം കടന്നു വരും. അജ്ഞാനത്തിന് കട്ടി കൂടുന്തോറും അത് പിശാചിന്റെ രൂപം എടുത്ത് നാമരൂപങ്ങളായി നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ ഈ ഭയമാണ് നമ്മളിൽ ഈ ദർശനങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നുള്ള മോചനമാണ് ദൈവിക കർമ്മങ്ങളിലൂടെ നിർവഹിച്ചു പോരുന്നത്. ഗുരു സൂചിപ്പിച്ചത് യഥാ ആത്മവിദ്യ സങ്കോചസ്തഥാ. ആത്മവിദ്യക്ക് എവിടെ സങ്കോചമുണ്ടാകുന്നുവോ അവിടെ ഭയം കടന്നു വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
യഥാ ആത്മവിദ്യാ സങ്കോചസ്തത എന്ന ഈ സങ്കോചത്തിന് പകരം യഥാ ആത്മവിദ്യാ വികാസസ്തത, ആത്മവിദ്യക്ക് വികാസമുണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭയരഹിതമായി ഭയം ദൂരീകരിക്കപ്പെടും. അപ്പൊ ആത്മവിദ്യയുടെ വികാസമാണ് ഗുരു നിർദ്ദേശിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇന്ന് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ ഇതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയും. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് ഉള്ള തിരിച്ചറിവാണ്. അത് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. ഞാൻ ആരാണ്? നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മുടെ ഉത്തരം നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ മേൽവിലാസം അങ്ങോട്ട് പറയും. ശരിയല്ലേ? നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നടത്ത് ഇന്നയാളുടെ മകൻ, ഇന്ന പേരിന് ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു, അങ്ങനെ എങ്ങനെയുള്ള നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ വിവരണങ്ങളാണ് നമുക്കറിയൂ. ഈ ഭൗതിക ശരീരത്തിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത അറിയാമല്ലോ, അത് നശിഞ്ഞു പോകും. മരണത്തോടെ അത് നശിഞ്ഞു പോകും. അപ്പോൾ നാം ഈ ഭൗതിക ശരീരം നശിഞ്ഞു പോയതിനു ശേഷവും നമ്മളെക്കുറിച്ച് ആളുകൾ ഓർക്കുമ്പോഴും, നമ്മുടെ ബന്ധുക്കളെ ഓർക്കുമ്പോഴും, സുഹൃത്തുക്കളെ ഓർക്കുമ്പോഴും എല്ലാം നമ്മുടെ ആ രൂപമാണ് ഓർക്കുക. നമ്മൾ ഈ വൈദിക കർമ്മങ്ങളിലൂടെ അനുഷ്ഠിക്കുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾ വളരെ സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശാരീരിക സ്വസ്ഥിയാണ് അവ ലക്ഷ്യമിടുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകും. നമ്മുടെ ശരീരത്തിന്റെ സ്വസ്ഥത അതാണ് ലക്ഷ്യമിടുന്നത്. പലപ്പോഴും മനസ്സിനെ കുറിച്ച് പോലും, അതിൻ്റെ സ്വസ്ഥതയ്ക്ക് പോലുമുള്ള വൈദിക കർമ്മങ്ങൾ വരെ അപൂർവം. അതുകൊണ്ട് ഇന്ന് മാനസിക സംഘർഷം, അതിൻ്റെ ഒരു സ്വാധീനം ജീവിതത്തിലാകെയുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് വരെ പലതരത്തിലുള്ള വിഷമങ്ങൾ ഇതുപോലെ കാണാറുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊക്കെ ചികിത്സ എന്ന നിലയ്ക്ക് കൗൺസിലിംഗ് സെന്ററുകളും മറ്റുമൊക്കെ കൂടുതൽ നാട്ടിൽ മുളച്ചു വന്നിട്ടുണ്ട്. പരിഹരിക്കപ്പെടുന്നില്ല. ഇത് മനസ്സും ജീവിതവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയേണ്ട ഒരു ആവശ്യകത അതിനുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ പറയുന്നില്ല. അപ്പോ നമുക്ക് നമ്മുടെ ശരീര സംബന്ധിയായ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള അനുഷ്ഠാന ആചാരങ്ങളും നമ്മുടെ ജീവിത രീതിയും ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്രയോ സമയം നമ്മൾ ചെലവാക്കുന്നു, എത്രയോ പണം ചെലവാക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട് എന്ന ഒരു ചിന്ത പോലും നമ്മളിൽ ഉണ്ടാകാൻ ഇടവരുന്നില്ല. നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. എന്താ സുധീഷ് മാഷേ? സുധീഷ് മാഷേ, സുധീഷ് മാഷേ പോയോ? ഇന്ന് മിണ്ടണ്ടെന്ന് വിചാരിച്ചോ? എന്താ സുധ മാഡത്തിനറിയോ? 2 പേര് കിട്ടിയത് പിന്നെ ഇവിടെ കാണുന്ന ഉണ്ട് എന്ന ഉറച്ച ബോധമുണ്ട്. അതിന്റെ പരിപോഷണത്തിനായി കാര്യമായ പരിശ്രമം
സത്യസന്ധമായി പറഞ്ഞാൽ നാം നടത്തുന്നില്ല. ഇരിക്കട്ടെ, ഈ ബോധം നമുക്കുണ്ടാകുക ഇപ്പോൾ നാം മുഖ്യമായും നമ്മുടെ ശരീരബോധത്തിലാണ് നിൽക്കുന്നത്. ശരീരബോധത്തിൽ നിന്ന് ഒരാത്മബോധത്തിലേക്ക് വളരുക, ആ വളർച്ചയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള വളർച്ചയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ഞാൻ ആരാണെന്നറിയുക. ഞാനപ്പോ എൻ്റെ ഭൗതിക ശരീരത്തിന്റെ മേൽവിലാസക്കാരനല്ല. ആ ഭൗതിക ശരീരം നശിഞ്ഞു പോകും. കഴിഞ്ഞോ നമ്മുടെ ജീവിതം അതോടുകൂടി? ജനിച്ചു, വളർന്നു, തളർന്നു, മരണം. ഇവിടെ അവസാനിക്കുകയാണോ നമ്മൾ? ഒരൊറ്റ ജീവിതം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുന്നതും വിശ്വസിച്ച് വരുന്നതും നമ്മുടെ ആത്മാവ് അത് നമ്മളിൽ നിന്ന് വേറിട്ട് പോവുക, ബാക്കി സകലതും നശിക്കുക. ആ വേർവിട്ടു പോകുന്ന ആത്മാവിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ ബന്ധുമിത്രാദികളുടെ നമ്മൾ വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. അതിന് സ്വസ്ഥത ലഭിക്കണം. അതിനായുള്ള വൈദിക കർമ്മങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ആ ആത്മാവിന് സ്വസ്ഥത ലഭിക്കണം, അലഞ്ഞു തിരിയും. അതാണ് നമ്മുടെ നാം അനുവർത്തിച്ചു വരുന്ന ഒരു സമ്പ്രദായം. ഇങ്ങനെ വൈദിക കർമ്മങ്ങളിലൂടെ മരണശേഷം ഈ ആത്മാവിന് സ്വസ്ഥത നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ബന്ധുമിത്രാദികളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം ആത്മാവാണ്, ശരീരമല്ല. ഇല്ലേ? ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിട്ടില്ലേ? നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെയും. പറഞ്ഞത് ആത്മബോധം അതിനെ ഉണർത്തിക്കുന്ന വരികളാണ്. അപ്പൊ ഈ ബോധമുണ്ടെങ്കിൽ നമ്മുടെ ശരീരമല്ല നാം ആത്മാവാണ് എന്ന ബോധം, അതാണ് ആത്മവിദ്യ. ആ ആത്മവിദ്യ ആ നിലയിൽ ഉണ്ടായതിനെ തുടർന്ന് അതിൻ്റെ വികാസത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിലൂടെ അത് വികസിപ്പിക്കുക. ആത്മവിദ്യയെ വികസിപ്പിക്കുക, അതിനെ സങ്കോചിപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്ന പണി. അതിന് പകരം അതിനെ വികസിപ്പിക്കുക. അങ്ങനെ വികസിച്ചാൽ നമുക്ക് പിന്നെ ഈ കാണുന്നതിനൊക്കെ കണ്ട് ഭയപ്പെടുന്ന ഒരു ഏർപ്പാടുണ്ടാവില്ല. ആത്മാവിനെ തൊടാൻ പോലും ഈ ദൃശ്യങ്ങൾക്ക് കഴിയില്ലല്ലോ. നമ്മുടെ ശരീരത്തെ അല്ലേ ഭീഷണിപ്പെടുത്തുക, ശരീരത്തെ അല്ലേ സന്തോഷിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, എല്ലാം അനുഭവിക്കുന്നത് ശരീരമല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പോ ആത്മവിദ്യയുടെ വികാസമാണ് ഗുരു ആദ്യപടിയായി നമ്മളോട് പറയുന്നത്. ആത്മവിദ്യയുടെ സങ്കോചം എന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൻ്റെ എതിർ ദിശയിലുള്ള വികാസം നമുക്കുണ്ടാകണമെന്നാണ് ഗുരു അധ്യാരോപ ദർശനം 7-ാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറഞ്ഞു. ഭയരഹിതമായ ഒരു ജീവിതം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നാം ജീവിക്കുക എന്നത് സംഭവിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്കുണ്ടാകും എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കത് മനസ്സിലാകും. സദാ നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ ഭയം ഇല്ലാതെയാകുക. ഈ ഒരവസ്ഥ ആണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത്. ഭയരഹിതമായ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് വളരാനും വികസിക്കാനും കഴിയും. ഭയപ്പെട്ട് കഴിയുന്ന ആളുകൾ എല്ലാ അനർത്ഥങ്ങളും ചെയ്യും. അപ്പോ ഗുരു സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്
ഇതിനിടയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവൻ നശിക്കുമോ എന്ന് ചോദിച്ചപ്പോ കൃത്യമായി ഒരു ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. എന്താണ് കഴിയാത്തത് എന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. പ്രശ്നം ഇതാണ്, ജീവനും ആത്മാവും ഒന്നാണ് എന്ന ധാരണയാണ് നമ്മളിൽ നിലനിൽക്കുന്നത്. ജീവൻ തന്നെയാണ് ആത്മാവ്, ജീവൻ തന്നെയാണ് പ്രാണൻ. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ നമ്മളെങ്ങനെ ഒന്നാണ് എന്ന ധാരണയിൽ നിൽക്കുക. മൂന്നാണ്. അത് വിശദമായി ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ജീവനെ കുറിച്ച് മാത്രം പറയാം. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് ദേഹങ്ങളോട് കൂടി പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടില്ലേ? അവിടെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ ശരീരങ്ങളോടുകൂടി മൂന്ന് ശരീരങ്ങളെ കുറിച്ച് പറയും. ഇതിൽ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം നമുക്കറിയാം, നമ്മുടെ ഇപ്പോ കാണുന്നത് നമ്മളിങ്ങനെ വളരെ പണിപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഈ തൽസ്വരൂപം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂക്ഷ്മ ശരീരം എന്താണ് എന്ന് ആർക്കെങ്കിലും ഇവിടെ കൃത്യമായി അറിയുന്നവരുണ്ടോ? ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അറിയില്ല എന്നതുകൊണ്ട് അതൊരു പിന്നെ കുറഞ്ഞ കാര്യമാണ് എന്നൊരു ധാരണയിൽ ചോദിക്കുന്നില്ല. ആർക്കെങ്കിലും അറിയുമോ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഹലോ, ആർക്കെങ്കിലും അറിയൂ? ഈ വേദാന്ത ഫിലോസഫി പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റില്ല. ഈ മൂന്ന് ശരീരം നമുക്കുണ്ട് എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്, പറയാറുണ്ട്, അങ്ങ് പോകാറുണ്ട്. ഇതിൽ സൂക്ഷ്മ ശരീരം എന്താണ്? സ്ഥൂല ശരീരം നമുക്ക് മനസ്സിലാവും. കാരണ ശരീരവും നമുക്ക് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാവും. ഇതിനെല്ലാം കാരണമായ ഒന്ന്. അതിന് നമുക്ക് പെട്ടെന്ന് ബ്രഹ്മമെന്നോ ദൈവമെന്നോ ഒക്കെ വിളിക്കാം, ആത്മാവെന്നോ ബ്രഹ്മമെന്നോ ഒക്കെ വിളിക്കാം. പക്ഷെ ഈ സൂക്ഷ്മ ശരീരം എന്താണ്? അത് വിശദമായി പിന്നീട് പഠിക്കാം. എങ്കിലും ഞാൻ അങ്ങോട്ട് പറയാണ്. നമുക്ക് ഞാൻ എന്ന ഭാവമുണ്ട്, അല്ലെങ്കിൽ അഹങ്കാരമുണ്ട്. ഞാൻ എന്ന ഭാവം അതിൻ്റെ ഒരു എൻ്റേത് അല്ലാതെ ഞാൻ കേമനാണ് എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോൾ അതിനുണ്ടാകുന്നൊരു ഭാവമാണ് അഹങ്കാരം. അവൻ വലിയ അഹങ്കാരിയാണ് എന്നൊക്കെ പറയില്ലേ. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമായും. അതുകൊണ്ട് നമുക്ക് അഹങ്കാരം. നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് മനസ്സുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. പോട്ടെ, ഈ കാര്യത്തിൽ സംശയമുണ്ടോ ആർക്കെങ്കിലും? ഹലോ? ഇല്ല. അപ്പോ അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിന് വിളിക്കുന്ന ഒരു പേരാണ് ചിത്തം. കേട്ടിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്. ചിത്തവും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ചിത്തവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് അന്ധകരണം. അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം, നാലും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അന്ധകരണം. പിന്നീട് നമ്മുടെ ശരീരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രാണനുണ്ട്, ജീവനുണ്ട്, ഇങ്ങനെയൊക്കെ ആത്മാവുണ്ട്, നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ സ്ഥൂല ശരീരം. ഇതില് ഞാൻ ആദ്യം പറഞ്ഞ ഞാനെന്ന ഭാവം അല്ലെങ്കിൽ അഹങ്കാരം, ഞാൻ, ബുദ്ധി, മനസ്സ്,
ചിത്തം, അന്ധകരണം, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, അഞ്ച് തരം പ്രാണന്മാരുണ്ട്. 5 പ്രാണന്മാര്, ബുദ്ധി, മനസ്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നത്. 17 തത്വങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ. ഈ 17 തത്വങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് സൂക്ഷ്മ ശരീരം. അത് സൃഷ്ടിയുടെ സമയത്ത് നമ്മളത് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറയും. ഇത്രയും പറയുക. ഈ സൂക്ഷ്മ ശരീരത്തിൽ ചിത്തം എന്ന് പറയുന്നത് ഒരു സിനിമാശാലയിലെ സ്ക്രീൻ പോലെയാണ്. സിനിമാശാലയിലെ സ്ക്രീൻ കയറി ചെല്ലുമ്പോൾ ശാലയിലെ ഈ സ്ക്രീൻ നമ്മൾ കാണും, അതിലൊന്നും ഉണ്ടാവില്ല. പ്രൊജക്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ ചിത്രങ്ങളൊക്കെ വരും. പിന്നെ സിനിമയായി. അപ്പോൾ ഈ പ്രൊജക്ടറിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ പതിക്കുകയും നമ്മളെ കാണിക്കുകയും ചെയ്യുന്നതാണ് ഈ സിനിമാശാലയിലെ സ്ക്രീൻ. ഇതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ, നമ്മുടെ ഉള്ളിൽ, മനസ്സിന്റെയും ഒക്കെ ഫലമായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക് ഇത് വഴിയൊക്കെ കിട്ടുന്ന നമ്മുടെ അനുഭവങ്ങൾ, അതേക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, അതേക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, അതേക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഭാവങ്ങൾ, രാഗദ്വേഷങ്ങൾ ഉൾപ്പെടെ, ഇതെല്ലാം ശേഖരിക്കപ്പെടുന്ന ഒരു സ്ക്രീനാണ് ചിത്തം. ഇത്രയും മനസ്സിലാക്കാലോ. സിനിമാശാലയിലെ വെള്ള സ്ക്രീനിനെ നിങ്ങൾ ഓർത്താൽ മതി. അതിൽ ഈ ഫിലിമിലെ ചിത്രങ്ങളൊക്കെ പതിയുമ്പോൾ നാം ഇതൊക്കെ കാണുന്നത് പോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇതുപോലൊരു സ്ക്രീനിന്റെ ജോലി ചെയ്യുന്നതാണ് ചിത്തം. സിനിമാശാലയിലെ പ്രൊജക്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ വെള്ള നിറത്തിലുള്ള തുണി കാണാം, കർട്ടൻ കാണാം. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ചിത്രത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ശേഖരിക്കപ്പെടുന്ന നമ്മുടെ അനുഭവങ്ങൾ, രാഗദ്വേഷങ്ങൾ ഉൾപ്പെടെ, അത് മാഞ്ഞുപോയില്ല. അതങ്ങനെ കട്ടിപിടിച്ചു നിൽക്കും. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടൊന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമാകണമെന്ന് ഗുരു ചൊല്ലിയത് അതിനെക്കുറിച്ചാണ്. ഈ ചിത്തത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നു നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ഇവയെല്ലാം ഒന്നൊന്നായി എണ്ണി എണ്ണി പുറത്തു കളയാനാണ് ഈ പറഞ്ഞത്. എന്നിട്ട് ശുദ്ധമാക്കണം ചിത്തം. ചിത്തം ശുദ്ധമായാൽ ബ്രഹ്മം, ചിത്തം ചരിച്ച് തുടങ്ങിയാൽ പ്രപഞ്ചം എന്ന ഒരു പറച്ചിലുണ്ട്. ബ്രഹ്മാനുഭവം ഉണ്ടാകണമെങ്കിൽ, ആത്മാനുഭവം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ചിത്തം ശുദ്ധമാകണം. ഈ മാലിന്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഈ ചിത്തത്തിൽ ഇങ്ങനെ നേരം എടുത്ത് തുടങ്ങും. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും, പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. കേട്ടിട്ടില്ലേ? ആത്മോപദേശ ശതകത്തില് 6ാമത്തെ ശ്ലോകമാണ് എൻ്റെ ഓർമ്മ. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇതാണ്. പലത് കാഴ്ചകൾ കാണും, അതൊക്കെ കണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ആയി നാം ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ വിചാരം ഇതൊരു ദോഷവും നമുക്ക് ചെയ്യണില്ല. പക്ഷേ അതിങ്ങനെ ഒരു മാരകമായ ഒരു എപ്പോഴും സ്ഫോടനാത്മകമായ നിലയിൽ നമ്മുടെ ഉള്ളം കലക്കി മറിഞ്ഞാനിടയായിരിക്കും. ആ ചിത്തം അല്ലെങ്കിൽ ഈ 17 തത്വങ്ങളടങ്ങുന്ന സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു സിനിമാ കോട്ടയിലെ അല്ലെങ്കിൽ സ്ക്രീൻ പോലെയാണ്. അതിൽ പതിയുന്ന ചിത്രങ്ങളെ അതിന് പ്രദർശിപ്പിക്കാൻ കഴിയും. നമ്മളൊരു കണ്ണാടി എടുത്ത് കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ രൂപം അതിൽ കാണാമല്ലോ. കാണാം.
ആ നിരവധി പാത്രങ്ങളിൽ വെള്ളമെടുത്ത് സൂര്യപ്രകാശത്തിൽ വെച്ചാൽ എല്ലാ പാത്രത്തിലും സൂര്യനെ കാണാമല്ലോ. അപ്പൊ കണ്ണാടിയിൽ നമ്മുടെ രൂപം പ്രതിഫലിക്കുന്നു. സൂര്യന്റെ രൂപം വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു. വെള്ളം വറ്റിയാൽ പിന്നെ സൂര്യനില്ല. കണ്ണാടി മാറ്റിയാൽ നമ്മുടെ പ്രതിബിംബമില്ല. നമ്മൾ മാറിയാലും പ്രതിബിംബമില്ല. പക്ഷെ പ്രതിബിംബമായി കണ്ണാടിയിൽ പതിയാൻ നമുക്ക് കഴിയും. ഈ പ്രതിബിംബത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ തന്നെ ബ്രഹ്മത്തിന്റെ ബോധത്തിന്, അത് നമുക്ക് പിന്നീട് പഠിക്കാം, ബോധമൊത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കാൻ കഴിയും. നമുക്ക് കണ്ണാടിയിൽ പ്രതിബിംബിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ പരമശക്തനായ നാം എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് ആ പരമസത്യത്തിന് നമ്മളെക്കാൾ കൂടുതൽ ശക്തിയോടെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കാൻ കഴിയും. അങ്ങനെ ബോധം സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബമാണ് അഹന്ത എന്നതിനെ വിളിക്കും. അതാണ് ജീവൻ എന്നറിയപ്പെടുന്നത്. പരമസത്യത്തിന്റെ ബോധം അല്ലെങ്കിൽ പരബ്രഹ്മത്തിന്റെ ബോധം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബമാണ് ജീവൻ. ഇതൊന്ന് ഓർത്തിരിക്കുക. ആത്മാവ് ഇത്രയും മാത്രം നിങ്ങൾ ധരിക്കുക, പരബ്രഹ്മത്തിന്റെ അംശമാണ്. പരബ്രഹ്മത്തിന്റെ അംശമാണ്, ഭാഗമാണ്. ഇത് പരബ്രഹ്മത്തിന്റെ ബോധം സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബമാണ് ജീവൻ. രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ഇനി ഇതെങ്ങനെ പ്രതിബിംബിക്കും, എന്തൊക്കെയാണ്, ഇതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഈ പറഞ്ഞത് നിന്ന് ജീവൻ എന്താണ് എന്ന്, ആത്മാവ് എന്താണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. രണ്ടും രണ്ടാണ്. അതാണ് ജീവൻ നശിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തീർച്ചയില്ല. അപ്പൊ ജീവൻ വേറെ, ആത്മാവ് വേറെ. ഇനി പ്രാണനാണ്, അതൊരു മറ്റൊരവസരത്തിൽ പറയാം. പ്രാണനും വ്യത്യസ്തമാണ്. അപ്പോ ഈ ജീവൻ ഉൾപ്പെടെ, സൂക്ഷ്മ ശരീരവും ഉൾപ്പെടെ, സ്ഥൂല ശരീരവും ഉൾപ്പെടെ എല്ലാം നശിക്കും. കാരണ ശരീരം അത് നശിക്കുന്നില്ല. കാരണ ശരീരം അത് പിന്നീട് വിശദമായി പഠിക്കാം. അപ്പോ ഈ ആത്മാവ് എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്ത ജോലികളാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുക എന്നതാണ് ആദ്യത്തെ പടവ്. അതിന് ആത്മബോധം എന്ന് പറയും. ജീവബോധം ആത്മബോധവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു തന്നത്. ജീവബോധം മാത്രമുണ്ടായത് കാര്യമില്ല, ആത്മബോധം ഉണ്ടാകണം. ഇത്രയും മനസ്സിലായോ? ഹലോ, ആരെങ്കിലും ഒന്ന് പറയണേ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇതൊരു പ്രഭാഷണമല്ല എന്ന് ഞാൻ പറഞ്ഞു. സാറേ, ആ പരബ്രഹ്മത്തിന്റെ ഒന്നുകൂടെ പറയാമോ? പരബ്രഹ്മം എന്താണെന്നാണോ? അത് ഇത്തിരി കഴിഞ്ഞ് പറയാം. ജീവനും ആത്മാവും
തമ്മിൽ ഉള്ള അതെന്താണ് എന്ന് മനസ്സിലായോ? സർ അതൊന്നുകൂടെ പറയണേ പ്ലീസ്. ജീവനും ആത്മാവും അത് മനസ്സിലായില്ല ശരിക്കും. നമ്മുടെ സൂക്ഷ്മ ശരീരമുണ്ട് എന്ന ധാരണ അത് പിടികിട്ടിയോ? അഹങ്കാരം, ബുദ്ധി, മനസ്സ്, അത് ചിത്തം. മനസ്സിലായി സാറേ. മനസ്സിലായി. മനസ്സിലായി. അപ്പോ ഈ ചിത്തത്തിന്റെ ജോലിയും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സിനിമ കോട്ടയിലെ സിനിമ ടാക്കീസിലെ സ്ക്രീനിന്റെ കഥ പറഞ്ഞത്. അതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയൊക്കെ വരുന്ന എല്ലാം ശേഖരിക്കുന്നതാണ് ചിത്തം. ഈ ചിത്തവും ബാക്കി വരുന്ന പ്രാണന്മാരും എല്ലാം കൂടെ വരുന്ന 17 തത്വങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം, അന്ധകരണവും വിടും. ഈ സൂക്ഷ്മ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിന്തകളും അനുഭവങ്ങളും ഭാവങ്ങളുമെല്ലാം ചിത്തത്തിൽ പ്രതിബിംബിക്കുന്നുണ്ട്, ശേഖരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സൂക്ഷ്മ ശരീരത്തിൽ ബ്രഹ്മത്തിൻ്റെതായ ബോധം, അല്ലെങ്കിൽ ബോധത്തിന് അറിവ് എന്നൊക്കെ പറയുന്നുണ്ട്, ബോധം അല്ലെങ്കിൽ ബ്രഹ്മം ഈ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ നാം കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമ്മുടെ രൂപം കണ്ണാടിയിൽ കാണുന്നത് പോലെ, തുറന്നു വെച്ച ജലപാത്രങ്ങളിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ, പരബ്രഹ്മത്തിന് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കാൻ കഴിയും. അങ്ങനെ പ്രതിബിംബിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബമാണ് ജീവൻ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ടാണ് ജീവൻ എവിടെ നിന്നുണ്ടായി, എപ്പോഴുണ്ടായി എന്ന് തലകുത്തി മറഞ്ഞു നിന്ന് നമ്മുടെ ശാസ്ത്രലോകം ഇത്ര കാലം പരിശ്രമിച്ചിട്ടും പിടികിട്ടാത്തത്. ബോധം സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. അത് പരീക്ഷണശാലയിൽ തെളിയിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ആരുടെയും പരീക്ഷണശാലയിൽ വന്ന് ബോധം പ്രതിബിംബിക്കില്ല, നമ്മുടെ ഉള്ളിലാ പ്രതിബിംബിക്കുക. പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്റെ ഉള്ളിലും പ്രതിബിംബിച്ചിട്ടാണ് അദ്ദേഹത്തിനും ജീവനുണ്ടായത്. ഇതാണ് ഈ പരബ്രഹ്മം അല്ലെങ്കിൽ പരമസത്യം എന്നൊക്കെ പറയുന്നത്. നിസ്സാരമായി ആത്മാവില്ല, മനസ്സില്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ജൽപ്പനം കേട്ടിട്ടില്ലേ നിങ്ങൾ? എല്ലാം ഭൗതിക വസ്തുക്കളുടെ പ്രതിപ്രവർത്തനം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് എന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജനറ്റിക് തിയറി ഉൾപ്പെടെ അതിലേക്കല്ലേ അവരെ കൊണ്ടുവന്ന് എത്തിച്ചു. നമ്മുടെ കുട്ടികളോട് ചോദിച്ചാലോ അതേ അവർ പറയൂ. ഇതിന് തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ അനുഭവമാണ്. ഈ എല്ലാ അവയവങ്ങളും സൂക്ഷ്മ ശരീരവും ജഡാവസ്ഥയിലുള്ള എല്ലാം ഉണ്ടായിരിക്കുമല്ലോ നാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജഡശരീരത്തിൽ. ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ ജഡശരീരം എഴുന്നേറ്റിരുന്നിട്ട് ആത്മാവില്ല, മനസ്സില്ല എന്ന് പറയൂ? പറയാൻ കഴിയോ? ഇല്ല. ഇതെല്ലാം ഇല്ല എന്ന് പറയുന്ന ആളുകൾ അതില്ല എന്ന് പറയുന്നത് പോലും അയാളുടെ ഉള്ളിൽ ആത്മാവുള്ളത് കൊണ്ട് മാത്രമാണ്. പിടികിട്ടിയ? മനസ്സിലായോ? അയാൾ അഹങ്കരിച്ച് പറയുന്നതാണ്. അയാൾക്കറിയില്ല. അയാൾ ജീവനോട് ഇരിക്കുമ്പോൾ അയാൾക്ക് ഇതൊക്കെ പറയാം. അയാൾ മരിച്ച് മരന്നിങ്ങനെ കിടന്നു കഴിയുമ്പോൾ ഇത് വല്ലതും പറയാൻ പറ്റുമോ, വല്ലതും അറിയാൻ പറ്റുമോ? ഈ പറഞ്ഞ ഭൗതിക വസ്തുക്കൾ, ശരീരവും ഹൃദയവും തലച്ചോറും സകല അവയവങ്ങളും ഉണ്ടല്ലോ മരിച്ച ശവശരീരത്തിന്.
ആത്മാവിനെ കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായി ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത ഉണ്ടാകും. അപ്പോൾ നമ്മൾ തുടരട്ടെ. ഹലോ, തുടരാം സാർ, തുടരാം. ഓക്കെ. നമ്മളന്ന് പറഞ്ഞതിനനുസരിച്ച് ഇനി അടുത്ത സൂത്രം തജ്ജ്യോതി. നമ്മൾ പറഞ്ഞു വന്നല്ലോ, ജഗത്ത് ബ്രഹ്മം, പ്രപഞ്ചം ബ്രഹ്മം, ജീവൻ ബ്രഹ്മം, എല്ലാ അനുഭവങ്ങളും ബ്രഹ്മം, കാലം ബ്രഹ്മം. അപ്പൊ ഈ ബ്രഹ്മം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? അതല്ലേ ഇപ്പൊ ചോദിച്ചത്, വേണ്ടേ? വേണമല്ലോ. തജ്ജ്യോതി, അത് ജ്യോതി സ്വരൂപമാണ്. ഏത്? ഈ ബ്രഹ്മം. സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക എന്നതാണ് ബ്രഹ്മത്തിന്റെ പ്രകാശ സ്വരൂപത്വം. സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക. ഉണ്മ എന്താണെന്നറിയോ? ഹലോ, അറിയാമെങ്കിൽ അറിയാന്ന് പറയണം. ആർക്കെങ്കിലും ഒരാൾക്ക് അറിയില്ല എങ്കിൽ ഞാനത് വിവരിക്കാം. മിണ്ടാതിരുന്നാൽ എനിക്ക് ഒരു പിടിയും കിട്ടൂല. ആകെ 50 മിനിറ്റിലെ ഒരാൾ സമയം നോക്കി ഇരിക്കണ്ടാവും ഇപ്പൊ അവിടെ. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കടവിൽ അടുപ്പിക്കണമല്ലോ. പുഴയുടെ നടുവിലിട്ട് പോരാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കടവിരുത്തണം. അപ്പൊ പറഞ്ഞേ, ഉണ്മ എന്നത് എന്താണെന്ന് അറിയൂ? അറിയില്ല സാർ. ഓക്കെ. ഉണ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന അനുഭവം എന്താണ്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ? ആണോ? അതെ. അങ്ങനെയല്ലേ? അപ്പൊ ഞാനുണ്ട് എന്ന അനുഭവമാണ്, ഞാനില്ല എന്നല്ല നമുക്കപ്പോ അനുഭവം ഉണ്ടാകും. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് സഹകരിക്കില്ല എന്നതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ആ ജീവിച്ചിരിക്കുന്ന ഞാൻ ഇല്ലെന്നാ ഈ പറഞ്ഞതിനർത്ഥം. അങ്ങനെ നമ്മൾ ഉണ്ട് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. കഴിയില്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ഇത് കഴിയും, ഞാനുണ്ട് എന്ന്. എന്നാൽ ഈ അനുഭവം ഹിമാലയ പർവ്വതത്തിനുമില്ല, സാധാരണ കരിങ്കല്ലിനുമില്ല, മണ്ണിനുമില്ല, ജഡവസ്തുക്കൾക്കൊന്നുമില്ല. താനുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്ന് ഒരനുഭവം അവർക്കുണ്ടാവില്ല. അപ്പൊ ജീവജാലങ്ങൾക്ക് സ്വയം ഉണ്ട് എന്നത് അനുഭവിക്കാൻ കഴിയും. ആ ഉണ്ട് എന്ന അനുഭവം അത് തൻ്റെ അസ്തിത്വമാണ്. അതിനെയാണ് ഉണ്മ എന്ന് വിളിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഇതിന് സ്വത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഹിത്യകാരന്മാർ ഭയങ്കര കങ്കേയമായ കോലാഹലങ്ങളൊക്കെ കൂട്ടും. ഇതാണ് ഈ സാധനം. നാം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ അറിവ് ഉണ്ടാകുന്നത് നമ്മുടെ ബോധം നമുക്കുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ബോധം നമുക്കുള്ളത് കൊണ്ടാണ് നാം ഉണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിയുന്നതിനെയാണ് ഉണ്മയെ അറിയുന്നു. അങ്ങനെ സ്വയം ഉണ്മ അനുഭവിച്ച് ആ അനുഭവം നമുക്ക് കഴിയും. അപ്പൊ പിന്നെ പരബ്രഹ്മത്തിന് കഴിയില്ലേ? കഴിയോ? സ്വയം ഉണ്മ അനുഭവിക്കാൻ, ഞാൻ ഉണ്ട് എന്ന അനുഭവം പരബ്രഹ്മത്തിന്റെ ഭാഗമായ ജീവന് അല്ലെങ്കിൽ ജീവാത്മാവിന് കഴിയും. അപ്പൊ പിന്നെ എവിടെ നിന്നാണോ ജീവാത്മാവിന്റെ ഉത്ഭവം ഉണ്ടായത് അല്ലെങ്കിൽ വന്നത്, ആ പരമശക്തിക്ക് കഴിയില്ലേ? കഴിയോ? നമ്മളെക്കാൾ കൂടുതൽ ശക്തിയോടെ
ഇതെല്ലാം പിന്നെ അനുഭവിക്കാനോ അറിയാനോ ഉള്ള കഴിവുണ്ടാവില്ലേ? ഉണ്ടാവും. കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ചെവിയില്ലാതെ ശ്രവിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ചിത് പുരുഷനാകുന്നു. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? കണ്ണും വേണ്ട, മൂക്കും വേണ്ട, ചെവിയും വേണ്ട, ത്വക്കും വേണ്ട, നാക്കും വേണ്ട. എല്ലാ കാര്യങ്ങളും നാം അറിയുന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ ഇതില്ലാതെ ഇതെല്ലാം അറിയാൻ കഴിയുന്ന ചിത് പുരുഷനാണ് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മ. എന്നുവെച്ചാൽ രൂപമില്ല, ശരീരമില്ല. നാം ശരീരമില്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പേ അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം ജപിച്ചുകൊണ്ടേയിരിക്കും. കേൾക്കണുണ്ടോ? അപ്പോൾ പരബ്രഹ്മം സ്വയം ഉണ്മ അനുഭവിച്ച് ജ്വലിക്കും. അതാണ് സൂത്രത്തിന്റെ അർത്ഥം. തജ്ജ്യോതി. തജ്ജ്യോതി സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുവാൻ കഴിയും. മനുഷ്യരായ നമുക്കും ജീവജാലങ്ങൾക്കും സ്വയം ഉണ്മ അനുഭവിക്കാൻ കഴിയും, പക്ഷേ വിളങ്ങുവാൻ കഴിയില്ല. വ്യത്യാസം മനസ്സിലായോ? നമുക്കും പരബ്രഹ്മത്തിനും പരമാത്മാവിനും സ്വന്തം ഉണ്മ അനുഭവിക്കാൻ കഴിയും. പരബ്രഹ്മത്തിന് ആ ഒരു മഹത്തായ കഴിവ്, അത്ഭുതകരമായ കഴിവുണ്ട്. അതനുഭവിച്ചുകൊണ്ട് വിളങ്ങാൻ കഴിയും, പ്രകാശിക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ഉണ്മ അനുഭവിക്കാൻ കഴിയും, പക്ഷേ പ്രകാശിക്കാൻ കഴിയില്ല. ജഡവസ്തുക്കൾക്ക് ഉണ്മ അനുഭവിക്കാനും കഴിയില്ല, പ്രകാശിക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. എല്ലാം തികഞ്ഞത് പരബ്രഹ്മമാണ്. ജീവന് പോലും അല്ലെങ്കിൽ ജീവാത്മാവിന് പോലും പൂർണ്ണമായി വിളങ്ങാൻ കഴിയില്ല. അപ്പോ തജ്ജ്യോതി ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ഈ പറഞ്ഞത്, പ്രകാശ സ്വരൂപത്വം. ചോദ്യം ചോദിച്ച ആള് ഇത്രയും മനസ്സിലായോ? ചോദ്യം ചോദിക്കുമ്പോ പേര് കൂടെ ഒന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ എന്റെ എവിടെയെങ്കിലും എന്റെ തലയിൽ കയറിയിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഹലോ, ഇത്രയും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ആവർത്തിക്കാം. സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങാൻ കഴിയുന്ന മഹാ അത്ഭുത ശക്തി ഉള്ളതാണ് ബ്രഹ്മം. പരബ്രഹ്മം. സമയായോ? ബ്രഹ്മം ഒരു ശ്ലോകം കൂടെ പറഞ്ഞ് ഇന്നത്തെ അവസാനിപ്പിക്കാൻ പോകും. അടുത്ത ശ്ലോകം തേനേദം പ്രജ്വലിതം എന്നാണ്. തേന ഇതം പ്രജ്വലിതം, ഇങ്ങനെയാണ് പദം പിരിക്കുമ്പോൾ കിട്ടുക. അതിനാൽ ഇത് പ്രകാശിപ്പിക്കപ്പെടും. ഏതിനാൽ? ബ്രഹ്മത്താൽ. ബ്രഹ്മത്താൽ ബ്രഹ്മത്തിൽ ജഗത് ദൃശ്യങ്ങളാകെ പ്രകാശിപ്പിക്കപ്പെടും. ബ്രഹ്മത്താൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ജഗത് ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രപഞ്ചവും ജഗത്തും സകലതും പെടും, നമ്മളും ഉൾപ്പെടെ. എല്ലാം ബ്രഹ്മത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ബ്രഹ്മത്താൽ പ്രകാശിപ്പിക്കപ്പെടും. സ്വയം ഉണ്മ അനുഭവിക്കുന്ന ബ്രഹ്മമില്ല എങ്കിൽ ഇവ യാതൊന്നും പ്രകാശിക്കുകയില്ല. സ്വയം ഉണ്മ അനുഭവിക്കുന്ന ബ്രഹ്മമില്ലെങ്കിൽ ഇവയൊന്നും പ്രകാശിക്കുകയില്ല.
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അഗ്നിയും ഇടിമിന്നലുകളും ഒന്നും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇടിമിന്നലുകളും അഗ്നിയും യാതൊന്നും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുകയില്ല. ഇവയ്ക്കെല്ലാം പ്രകാശം ലഭിക്കുന്നത് ബ്രഹ്മം ജലിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം. സൂര്യപ്രകാശം കൊണ്ടല്ലേ നാം സകലതും കാണുന്നു. സൂര്യനല്ലേ നമ്മളെ ആകെ പ്രകാശിപ്പിക്കും. അല്ലേ? വെളുത്ത വാവ് പക്ഷത്തിൽ രാത്രിയിൽ നമുക്ക് പ്രകാശം തരുന്നത് ചന്ദ്രനാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവമല്ലേ. അപ്പൊ പിന്നെ ഇവയൊന്നും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഭൂമിയും ചന്ദ്രനും അല്ലെങ്കിൽ കുറേയേറെ നക്ഷത്രങ്ങളും സൂര്യനെ ചുറ്റിപ്പറ്റി ഉള്ളതാണ്. അതിന്റെ നേതാവ് സൂര്യനാണ്. സൗരയുധം എന്നതിനെ പറയും. ഒരു ഗാലക്സി. ഇങ്ങനെ കോടാനുകോടി ഗാലക്സികൾ ലോകത്തുണ്ട്, ജഗത്തിലുണ്ട്, ആകാശത്തുണ്ട്. അത് കണ്ടെത്തി. സൂര്യന്റെ പ്രകാശം സൂര്യരശ്മിയായി നമുക്ക് ലഭിക്കുന്നത് സൂര്യന്റെ ഉപരിതലത്തിലുള്ള ചില വാതകങ്ങൾ കത്തുപിടിക്കുന്നത് കൊണ്ട്. ആ പ്രകാശമല്ല സൂര്യൻ. അതിന് പിന്നിൽ സൂര്യൻ എന്ന ഗ്രഹത്തിന്റെ മറ്റ് ഭാഗങ്ങളും. സൂര്യന്റെ പ്രകാശം സൗരയുധത്തിന്റെ അപ്പുറത്തേക്ക് കടക്കില്ല, കടക്കാൻ കഴിയില്ല. ബ്രഹ്മമാണെങ്കിൽ എല്ലാ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദമാണ്. അതാണല്ലോ വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും കോടാനുകോടി ഗാലക്സികൾ വേറെയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, അവിടെയെല്ലാം ആകാശവുമുണ്ട്. ഈ മേഖലകളിൽ ആകെ പടർന്നു വ്യാപിച്ചു നിൽക്കുന്നതാണ് ബ്രഹ്മം. സൂര്യൻ ഈ കൊച്ചു ഗാലക്സിയിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. മറ്റു പ്രദേശങ്ങളിലൊന്നും സൂര്യന്റെ പ്രകാശം എത്തുകയേയില്ല. അതുകൊണ്ടാണ് പറയുന്നത് സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഇടിമിന്നലുകളും ഒന്നും. ഈ ഇടിമിന്നലുകളും അഗ്നിയും എല്ലാം സംഭവിച്ച് നാം അനുഭവിക്കുന്നത് നമ്മുടെ ഈ ഭൂമി എന്ന മഹാഗൃഹത്തിലാണ്. ഒരു പൊട്ടുപോലും വലിപ്പം ഉണ്ടാവില്ല ഭൂമിക്ക്. നമ്മുടെ ആകെയുള്ള ജഗത്തുമായി പരിശോധിക്കും, അത് തുലനം ചെയ്യുമ്പോൾ. ഇനി മറ്റൊരു ഉദാഹരണം, മറ്റൊരു കാര്യം ഞാൻ പറയാം. ഭൂമി സ്വയം അച്ചുതണ്ടിൽ തിരിഞ്ഞ് സൂര്യൻ അഭിമുഖമായി വരുന്ന, സൂര്യനെ നേരിടുന്ന ഭാഗത്താണ് സൂര്യരശ്മി പതിച്ച് നമുക്ക് വെളിച്ചം കിട്ടും. ഇപ്പൊ സൂര്യരശ്മി പതിക്കുന്ന സമയമല്ലല്ലോ, അതുകൊണ്ട് ഇരുട്ടാണ്. നമ്മൾ ബൾബൊക്കെ കത്തിക്കുന്നതുകൊണ്ട് നമുക്ക് വെളിച്ചം. ഇനി അതെല്ലാം കെടുത്തി കഴിയുമ്പോൾ നമ്മൾ അന്ധകാരത്തിലായിരിക്കും. അപ്പോ ഇപ്പോ ഇരുട്ടാണ് ഇവിടെ. നമുക്ക് വേണ്ടത്ര കണ്ണ് കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണുകൾ പ്രവർത്തിക്കുന്നതിന് സൂര്യരശ്മിയുടെ ഒരു സഹായം ആവശ്യമുണ്ട്. സൂര്യരശ്മി പതിക്കാത്ത സമയത്ത് നാം ടോർച്ചോ ലൈറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നാം ഈ കാഴ്ചകൾ കാണാൻ. നമുക്കിപ്പോൾ രാത്രിയാണ്. രാത്രി കുറെ കൂടി ഇരുട്ടങ്ങോട്ട് വ്യാപിച്ചു കഴിയുമ്പോഴേക്കും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുറെ ജീവികൾ ഉണ്ടെന്ന് നമുക്കറിയാം. വവ്വാല്, മൂങ്ങ തുടങ്ങിയ അനേകം ജീവികളുണ്ട്.
അവയ്ക്ക് ഈ ഇരുട്ടിലെ കണ്ണ് കാണും. അവരിര പിടിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അപ്പോഴാണ്. ഇനി ഭൂമി ഒന്ന് കറങ്ങി നാം സൂര്യൻ അഭിമുഖമായി വരുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം കിട്ടും, അല്ലെങ്കിൽ പകൽ വരും. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ മൂങ്ങയും വവ്വാലും ഒക്കെ കണ്ണു തുറക്കാൻ പറ്റാതെ എവിടെയെങ്കിലും മരക്കൊമ്പിൽ കിടന്ന് ഉറങ്ങും. ഈ കണ്ണുകളുടെ ഒരു പ്രത്യേകത, ആരുടെ കണ്ണായാലും ശരി, മനുഷ്യരുടെ ആയാലും മൂങ്ങയുടെ ആയാലും വവ്വാലിന്റെ ആയാലും ഇനി ഏതെങ്കിലും ജീവജീവികളുടെ ആയാലും കണ്ണിനൊരു പ്രത്യേകതയുള്ളത്, അതിന് കാഴ്ച ലഭിക്കണമെങ്കിൽ പ്രകാശം ഒരളവ് വരെ വേണം. കൂടുതലായാലും നടക്കില്ല. അപ്പോ ഈ സൂര്യന്റെ പ്രകാശം ഏൽക്കാത്ത രാത്രിയിൽ, സൂര്യപ്രകാശം നേരിട്ട് അനുഭവിക്കാൻ ഇടയില്ലാത്ത രാത്രിയിൽ മൂങ്ങ എങ്ങനെയാ കണ്ണു കാണുക? മൂങ്ങയ്ക്ക് കുറഞ്ഞ തോതിലുള്ള പ്രകാശം മതി. എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശം എത്തുന്നില്ല. ഈ വേളയിൽ എവിടെ നിന്നാണ് മൂങ്ങയ്ക്ക് വേണ്ട പ്രകാശം ലഭിക്കുന്നത്? അതാണ് ഈ തേനേദം പ്രജ്വലിതം എന്ന സൂത്രം വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. ബ്രഹ്മത്താൽ സർവ്വതും പ്രകാശിപ്പിക്കപ്പെടുന്നു. അതിന് ഈ രാത്രിയും പകലും ഒന്നുമില്ല. ബ്രഹ്മത്തിന്റെ മുമ്പിൽ ഇങ്ങനെ സ്വയം കറങ്ങുന്ന ഭൂമിയുമില്ല. എല്ലാ പ്രദേശത്തും എല്ലാ ഭാഗത്തും ബ്രഹ്മത്തിൽ നിന്നുള്ള പ്രകാശം എത്തും. സൂര്യനെ പോലെ ഒരു ഗൃഹമല്ലല്ലോ ബ്രഹ്മം, ഭൂമിക്ക് ചുറ്റും കിടന്ന് ഓടാൻ. അകവും പുറവും തിങ്ങുന്ന ബ്രഹ്മം, അതിന് ചുറ്റ് എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയില്ലേ? ബ്രഹ്മമില്ല എങ്കിൽ, ബ്രഹ്മം ഇങ്ങനെ ഉണ്മ അനുഭവിച്ച് വിളങ്ങുന്ന അനുഭവം, മഹാ അത്ഭുതം ഇല്ല എങ്കിൽ എല്ലാം അന്ധകാരമായിരിക്കും എന്ന് ചുരുക്കം. പക്ഷെ ഏത് അന്ധകാരത്തിലും വെളിച്ചമുണ്ട്. ഇരുട്ട് എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. ഇരുട്ടുള്ളിടത്തേക്ക് വെളിച്ചം വന്നാൽ ഇരുട്ട് ഓടി ഒളിയും. വെളിച്ചം മാത്രമേ വസ്തുവായുള്ളൂ. വെളിച്ചം മാത്രമേ വസ്തുവായുള്ളൂ. ഇരുട്ട് വെളിച്ചത്തിന്റെ ഇല്ലായ്മ അല്ലെങ്കിൽ അതിന്റെ തോതിനെ അനുസരിച്ചിട്ടാണ്. ഇരുട്ടിന്റെ കാഠിന്യം പോലും അറിയില്ല. നമ്മൾ മനുഷ്യര് അന്ധകാരത്തിൽ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ മുറിയിലുള്ള ലൈറ്റൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്തു. ക്ലാസ് കഴിയുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഒന്നും കാണാൻ കഴിയില്ല. കുറെ കഴിയുമ്പോ നമ്മുടെ കണ്ണുകൾക്കും ആ ഇരുട്ടിലും പതുക്കെ പതുക്കെ പൂർണ്ണ രൂപത്തിലല്ല എങ്കിലും കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ മിത? സാർ, സമയം ഏകദേശമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്ന് പറയുന്നത്. ബാക്കി മിത എങ്ങനെയാണ് തുടരണമാണോ എങ്കിൽ നേരത്തെ പറയാനായിട്ട് ഇന്ന്. പക്ഷെ എനിക്കെപ്പോഴും അറിയുന്ന വിഷയങ്ങളായതുകൊണ്ട് എപ്പോൾ പറഞ്ഞാലും പറയാൻ കഴിയും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, ശരി. എന്നാൽ എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ നന്ദി സാർ. ഗുരുസ് ഫിലോസഫി എന്ന വിഷയത്തില് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായി നാം സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഇത് എന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ
വളരെ ലളിതമായി സാർ നമുക്ക് ക്ലാസ് എടുത്ത് തരികയാണ്. ഇങ്ങനെ ഈ ക്ലാസ് എടുത്തുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട തമ്പി സാറിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെയും ഈ ക്ലാസ്സിൽ സാറിനെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഏവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി ജയശ്രീ കുമരകം. ജയശ്രീ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണ നമസ്തു. നമസ്തേ.